പെൺകൊച്ചുങ്ങളെ ശ്രദ്ധിച്ചോട്ടോ, പലതും ഡേഞ്ചറാ. ഇനി തന്തയും തളയും ദുഃഖിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഞാൻ അറിഞ്ഞ ചേച്ചി കൂലിപ്പണി എടുത്തിട്ടാണ് ഒറ്റ മോളുള്ളത്. അവളെ BC നേഴ്സിന് പഠിപ്പിച്ചത്. അവൾ ബാംഗ്ലൂർ ഇപ്പോൾ ജോലി ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഈ നാട്ടിൽ വെച്ച് ഏറ്റവും നല്ല കൊച്ചും എല്ലാവർക്കും കാര്യം. അവളെ പ്രതീക്ഷയാണ് ആ ചേച്ചി ജീവിക്കുന്നതും അവളും കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോണതും. ഇവളുടെ അപ്പനാണെങ്കിലോ മദ്യപാനിയാണ്, കുടിച്ചെല്ലാം നശിപ്പിച്ച് ലാസ്റ്റ് ഇയാൾ ശല്യമായിട്ട് ഇയാളെ കുടി നിർത്താൻ വേണ്ടി ഹോസ്പിറ്റലിലാക്കി. കുടി നിർത്തി അയാൾ വീട്ടിൽ മര്യാദയ്ക്ക് വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും കുടിച്ച് ഇയാൾ തളർന്നുപോയി. അവൻ്റെ സൂക്കേട് മാറി. ഈ കൊച്ചിന് ഏക പ്രതീക്ഷയാണ്. അന്നേരമാണ് ഒരു ദുരന്തം അറിയണത്, ഈ കൊച്ച് ആത്മഹത്യ ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ വാർത്ത കേട്ട് അമ്മ മെൻ്റൽ പോലെ വന്നിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ വീണ്ടും തിരിച്ചു വന്നിട്ടില്ല, സമനില തെറ്റിപ്പോയി. അപ്പോൾ ഈ കൊച്ചി കത്തെഴുതി വെച്ചേക്കുവാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാനും ജോലി ചെയ്യണോടത്തെ ഒരുത്തനായിട്ട് പിന്നെ റിലേഷൻഷിപ്പാണ്, ഞങ്ങൾ 3 വർഷമായിട്ട് ഒരുമിച്ചാണ് താമസിക്കണേ, ഞാൻ 4 മാസം പ്രഗ്നൻ്റാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വലിയൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവൻ അതിനുവേണ്ടി തയ്യാറായി. അപ്പം ഞാൻ അതിന് എതിർത്തപ്പോൾ അവൻ എന്നോട് പറയുക, നിന്നെ ഞാൻ സ്റ്റെപ്പിനി ആക്കിയേക്കാം, ആരും അറിയില്ല, പൊന്നുപോലെ നോക്കാമെന്ന്. ഇവൾ തകർന്നു പോയില്ലേ. ഈ ചില പെങ്കൊച്ചുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരത് മിസ്യൂസ് ചെയ്ത് ജീവിതം നശിച്ചോ? ജീവിതം നശിച്ചില്ലേ? ഇവൾ പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് നാട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഇവൾ ഫോണിൽ 24 മണിക്കൂറും ഗുണാന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ആരോടാ മോളെ ഈ സംസാരിക്കണമെന്ന് വെച്ച് പറഞ്ഞ് കൂട്ടുകാരിയാന്ന്. ഞാൻ പറഞ്ഞു, ഒരു കൂട്ടുകാരിയൊന്നുമല്ല, ഒരു പെണ്ണിനോട് 24 മണിക്കൂറും സംസാരിക്കില്ല, സൂക്ഷിച്ചോ. ഇല വന്ന് മുള്ളേട്ടി അടിയാലും മുള്ള് വന്ന് ഇലയേട്ടി അടിയാലും ഇലയ്ക്കാണ് കേട്. ലാസ്റ്റ് മുള്ളിൻ്റെ തുമ്പൊടിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ട്? ഇപ്പം സമാധാനമായില്ലേ? അപ്പം ശരിക്കും സമാധാനമായില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ 11 മക്കളായിരുന്നു. ഒരാണും ബാക്കി 10 പെണ്ണുമാണ്. ആ 10 പെണ്ണ് കുടുംബത്തിലുണ്ടെന്ന് ഒരുത്തിനും അറിയില്ല. അത്രയ്ക്ക് വിനിയോഗത്വം അടുക്കും ഒതുക്കമൊക്കെ ആയിരുന്നു. ഇന്നൊരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ലോകം മുഴുവനും അറിയും. ഞങ്ങൾ അന്നത്തെ കാലത്തൊക്കെ ഈ നാട്ടിലുള്ള പല ചേച്ചിമാരുടെയൊക്കെ പലരും കാൽപാദൻ്റെ മേപ്പോട്ട് കാണാനൊക്കെ ഒന്ന് കൊതിച്ചിട്ടുണ്ട്. കാണാൻ പറ്റില്ല, അത്രയ്ക്കും പരിശുദ്ധമായിട്ടും മറിച്ച് തുണിയെ കൊടുത്താണ് നടക്കുന്നത്. അതൊക്കെ കാണണമെങ്കിൽ സിനിമയെ കാണണം. അന്നെന്ന് പറഞ്ഞാൽ സിനിമ വേറെ, ജീവിതം വേറെ. ജീവിതത്തിനൊരു അടിത്തറയും കെട്ടുറപ്പും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സിനിമയെ കാണുന്ന മാതിരിയാണ്. സിനിമയിൽ ഏതെങ്കിലും പെണ്ണ് തുണി കൊടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ ആ പെണ്ണ് തുണി കൊടുക്കില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ കെട്ടുറപ്പില്ല. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. മക്കളുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ദുഃഖം, മക്കളില്ലെങ്കിൽ അതിലും വലിയ ദുഃഖം. അത്രേ എനിക്ക് പറയാനുള്ളത്.